വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താമോ? വേറൊന്നും കൊണ്ടല്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ല എങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് പറ്റി എന്ന് വരില്ല. എപ്സ്റ്റീൻ ഫയൽസ് വീഡിയോകൾ കാണുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്തവരായിരിക്കും നിങ്ങൾ. അതോടെ നമ്മുടെ പണി കഴിഞ്ഞല്ലോ അല്ലേ? ലോകത്തിൽ മറ്റെവിടെയോ നടന്ന വിഷയങ്ങൾ നമ്മളെ ഒരിക്കലും ബാധിക്കാത്ത ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തിനാണ് പിന്നെയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ശരിയാണ്, അതിലിപ്പോൾ ചിന്തിക്കാൻ എന്താണുള്ളത് അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഉയരം കൂടിയ നിറം കുറഞ്ഞ ഏഷ്യൻ പെൺകുട്ടികളോട് താല്പര്യമുള്ള ചില പ്രമുഖരെക്കുറിച്ചും എപ്സ്റ്റീൻ ഫയൽസ് പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ കുട്ടികൾക്കും ചില ആവശ്യക്കാരുണ്ട് എന്നാണ്. മറ്റൊരർത്ഥം കൂടി അതിനുണ്ട്. അത്തരം തൽപര കക്ഷികളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് ചുറ്റും ചിലർ റാഞ്ചി നടക്കുന്നുണ്ട് എന്നും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാൻ പറയാം. 2026 ജനുവരി 1 തീയതി മുതൽ 15 വരെയുള്ള 15 ദിവസങ്ങളിൽ ഡൽഹിയിൽ മാത്രം കാണാതായത് 807 പേരെയാണ്. ആ 807 പേരിൽ 500-ൽ കൂടുതൽ സ്ത്രീകളും 300-ഓളം പുരുഷന്മാരുമുണ്ട്. 500 സ്ത്രീകളിൽ 200-ഓളം കുട്ടികളാണ്. ആ കുട്ടികളിൽ പലരും 13 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്. ഇന്ത്യയിലെ ഒരു പട്ടണത്തിലെ കണക്ക് മാത്രമാണ് ഈ പറയുന്നത്. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ആരോ സൃഷ്ടിച്ചെടുത്തൊരു കണക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ഡാറ്റയുണ്ട്. ഇനി ഡൽഹി എന്നത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലമാണ് എന്നാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു വിഷയം പറയാം. കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് 2025 ജനുവരി മുതൽ ഡിസംബർ മാസം വരെ കേരളത്തിൽ കാണാതായത് ഏതാണ്ട് 11,000-ൽ കൂടുതൽ ആളുകളാണ്. ജനുവരി മാസം മുതൽ 2025 ജനുവരി മാസം മുതൽ 4 മാസത്തിനുള്ളിൽ കാണാതായത് 3,500-ൽ കൂടുതൽ സ്ത്രീകളും. ഇനി പറയണം, ലോകത്തിൽ എവിടെയോ നടന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഓരോ 8 മിനിറ്റിലും സമൂഹത്തിൽ ഒരു കുട്ടി വീതം അപ്രത്യക്ഷമാവുന്നുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വിൻഷീൽഡ് തുടയ്ക്കാനും കളിപ്പാട്ടങ്ങൾ വിൽക്കാനും അന്യഭാഷ സംസാരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം ഇവിടെ നിന്നാണ് വന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ അപ്രത്യക്ഷമാവുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? അവരെവിടെയാണ് ജീവിക്കുന്നത്? അവർ ജീവിക്കുന്നുണ്ട് എന്നെന്താണ് ഉറപ്പ്? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്.